വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ പുരാതനമായ ധാരാളം രൂപങ്ങൾ നമ്മുടെ പഴയ പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമുണ്ട്. എന്നാൽ ഭാരതത്തിൽ സഹദായുടെ അതിപുരാതനമായ ചുവർചിത്രം സ്ഥിതി ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ മുട്ടുചിറ റൂഹാദ കുദിശ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള സെബസ്ത്യാനോസ് സഹദായുടെ കൊച്ചുപള്ളിയിലാണ്. ഈ പള്ളി പോർച്ചുഗീസ് മിഷണറിമാർ ഭാരതത്തിലെ മാർത്തോമ നസ്രാണുകളെ പാശ്ചാത്യവൽക്കരണത്തിനായി 1500കളുടെ ആരംഭത്തിൽ നസ്രാണുകളുടെ പ്രമുഖ കേന്ദ്രമായ കടുത്തുരുത്തിക്ക് സമീപമുള്ള മുട്ടുചിറയിൽ സ്ഥാപിക്കുകയായിരുന്നു. ഇപ്പോഴും ഈ പള്ളി ഫ്രാസ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ്കൻ മിഷണറിമാർ സ്ഥാപിച്ചതിനാലാണ് പള്ളി അങ്ങനെ അറിയപ്പെടുന്നത്. പള്ളിയോട് ചേർന്ന് വൈദിക പരിശീലനവും നീതിന്യായ വ്യവസ്ഥകളും നടത്തിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. പള്ളിയുടെ മദ്ബഹയിലാണ് ഇലച്ചായം കൊണ്ടും പഴച്ചാറുകൾ കൊണ്ടും വരച്ച സഹദായുടെ പുരാതനമായ ചുവർചിത്രമുള്ളത്. ക്രൈസ്തവ സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് ഈ ചിത്രമെന്ന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കളറങ്ങാട്ട് പിതാവ് വ്യക്തമാക്കി. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചെറിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ്. ഇതിന്റെ ഓരോ ഇഞ്ചും സൗന്ദര്യം നിറഞ്ഞതാണ്. ക്രൈസ്തവ കലയുടെ നല്ലൊരു ബ്ലെൻഡിംഗ് ആണ് ഇവിടെയുള്ളത്. ഈ പള്ളി ഇതുപോലെ പുനരുദ്ധരിക്കപ്പെട്ടതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ രൂപതയുടെ തന്നെ ഒരു കാഴ്ചപ്പാടിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കാലഘട്ടത്തോട് അനുബന്ധിച്ചുള്ള നമ്മുടെ സഭയിലെ സംഭവങ്ങൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി വിദേശ മിഷണറിമാരുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഒരു മത്തേവൂസ് എന്ന പേരുള്ള ഒരു പാതിരി, ഒരു വൈദികൻ, നല്ല പഠിപ്പുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ എത്തുകയും ഇവിടെ താമസിക്കുകയും ഇവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യസ്ഥതയിൽ നിർമ്മിച്ച ഒരു പള്ളിയാണിത്. ദൈവം കൊടുത്ത കഴിവിൽ നിന്ന് ഇലകൾ ചേർത്ത് അരച്ച് നല്ല പെയിൻ്റുണ്ടാക്കി, എൻ്റെ നല്ല പറയേണ്ടത് ഇലകളുടെ ആ ഒരു സത്തയുടെ കൂടിവരമാണ്. അതിൽ നിന്ന് വരയ്ക്കുന്ന പടങ്ങളാണ് ഇതുപോലുള്ളത്. അത് നൂറ്റാണ്ടുകൾ നിൽക്കും. 1665 കാലഘട്ടത്തിൽ പടകഴിപ്പിച്ച ചിത്രം 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ശോഭയ്ക്ക് ഒരു മങ്ങലുമേൽക്കാതെ നിലനിൽക്കുന്നുവെന്നത് അതിശയകരമായ കാഴ്ചയാണ്. ഇത്തരത്തിലൊരു ചിത്രം ഇന്ന് കേരളത്തിൽ കാണുകയെന്നത് തന്നെ വിരളമാണെന്ന് ചിത്രത്തെപ്പറ്റി നന്നായി പഠിച്ച മുൻ ഇടവക വികാരി ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ ഷെക്കിന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. അപ്പോൾ ഈ മത്തേവൂസ് പാതിരി ഇവിടെ വന്നപ്പോൾ കുറവലങ്ങാട് കേന്ദ്രമാക്കി പറമ്പിൽ ചാണ്ടിമെത്രാനാണ് ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് വന്ന മത്തേവൂസ് പാതിരി കുറവലങ്ങാട് നിന്നും കടുത്തിരുത്തിയിലേക്കുള്ള മാർഗ്ഗമധ്യേ മുട്ടുചിറ വരികയും കുതിരപ്പുറത്ത് സഞ്ചരിച്ച് അദ്ദേഹം ഈ പ്രദേശങ്ങൾ കാണുകയും എല്ലാം ചെയ്തു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവിടെ മുട്ടുചിറ പള്ളിയിൽ താമസിച്ച് ഈ മുകളിൽ കാണുന്നതായ കുന്നിൻ മുകളിലുള്ളതായ ഈ പള്ളിയിൽ തൻ്റേതായ ശൈലിയിൽ ഇലകളുടെയും അതുപോലെ സസ്യലതാദികളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുന്നതായൊരു ചിത്രം ഈ പള്ളിയിലെ മധുബഹയിൽ വരച്ചു ചേർക്കുകയും ചെയ്തു. വിവിധ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു ചേർത്തിരുന്നു. മുട്ടം ചേർത്തല പള്ളിയിലുണ്ടായിരുന്നു. പക്ഷേ പലതും അത് നഷ്ടപ്പെട്ടു പോയി. ഇന്നുള്ളതിൽ ഏതാനും ചില ചാത്യാത്ത് പള്ളിയിലോ ഒക്കെ 1-2 ചിത്രങ്ങളുണ്ട്. വെണ്ടുരുത്തിയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള 2-3 ചിത്രങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അമൂല്യ ചിത്രമാണിത്, അമൂല്യമായൊരു സമ്പത്താണിത്. കേരള സഭയ്ക്ക് മത്തേവൂസ് പാതിരി സംഭാവന ചെയ്ത ഒരു വലിയ നിധിയായിട്ട് ഇത് ഇന്നും മുട്ടുചിറ ഈ ദേവാലയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പള്ളിയിൽ മിഷണറിമാരുടെ കബറിടങ്ങളും ഉള്ളതായി ചിത്രകാരന്മാർ പറയുന്നു. പള്ളിയുടെ മുൻഭാഗത്ത് പോർച്ചുഗീസ് പദ്രാവോയുടെ അധികാരം സൂചിപ്പിക്കാനായുള്ള ചെറിയൊരു പദ്രവാദോ കുരിശുംതൊട്ടിയുമുണ്ട്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ മിഷണറിമാർക്ക് പള്ളി ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. പിൽക്കാലത്ത് ഈ പള്ളി മുട്ടുചിറ ഇടവകയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അടുത്ത കാലത്ത് പുനരുദ്ധാരണം നടത്തിയ ഈ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്തപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിശ്വാസികളും സന്യസ്തരുമെല്ലാം ഈ അത്ഭുത ചുവർചിത്രം കാണാൻ എത്തിച്ചേരുന്നുണ്ട്. കേരള സഭയ്ക്ക് കിട്ടിയ വലിയ നിധിയാണ് ഈ അത്ഭുത ചുവർചിത്രം. ഷെക്കിന ന്യൂസ്, കോട്ടയം.